ഇംഗ്ലീഷ് ഒന്ന് ഫ്ലുവൻ്റായി സംസാരിക്കാൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടല്ലേ? അതിനുവേണ്ടി എന്തുമാത്രം എഫേർട്ടാണ് നിങ്ങളിൽ പലരും എടുക്കുന്നത്. അതിന് നിങ്ങളെ സഹായിക്കാൻ ഞാനിവിടെ ഒരു 30-day ചാലഞ്ച് തുടങ്ങുകയാണ്. ഇതൊരു പെയ്ഡ് കോഴ്സ് അല്ല, ഇത് തീർത്തും ഫ്രീ ആണ്. ഇവിടെ ഓരോ ദിവസവും നിങ്ങൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഡെയിലി ആവശ്യം വരുന്ന, നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ സെൻറ്റൻസസിൻ്റെ പാറ്റേൺസ് ആണ്. ഈ ഒരു ക്ലാസ്സിൽ വെച്ച് തന്നെ നിങ്ങളത് ഒഴുക്കോടെ പറയാൻ പഠിച്ചിരിക്കും. അത് കഴിഞ്ഞ് നിങ്ങളത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. എവിടെ വെച്ച് വേണമെങ്കിലും ഈ സെൻറ്റൻസസ് നിങ്ങൾക്ക് ഫ്ലുവൻ്റായി പറയാൻ സാധിക്കും. അപ്പോൾ ആദ്യത്തെ ദിവസം ഡേ 1 നമ്മളിവിടെ തുടങ്ങുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ പറയണമെന്നിരിക്കട്ടെ, എനിക്ക് അവളോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഇത് പാസ്റ്റിലെ കാര്യമല്ലേ പറയുന്നത്, കഴിഞ്ഞില്ല എന്നല്ലേ വന്നത്. ഇത് ഇംഗ്ലീഷിൽ പറയുന്നത് എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിന് ഐ കുഡിന്റ് ടോക്ക്. അവളോട് എന്നോട് പറയണ്ടേ, അതിന് ടു ഹർ എന്ന് പറയാം. അപ്പോൾ ഐ കുഡിന്റ് ടോക്ക് ടു ഹർ. അപ്പൊ ഇവിടെ കണ്ടോ, പാസ്റ്റിലെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയാൻ നമ്മൾ കുഡിന്റ് യൂസ് ചെയ്യണം. നേരെ മറിച്ച് എനിക്ക് അവളോട് സംസാരിക്കാൻ കഴിയില്ല എന്നാണെങ്കിൽ ഐ കാൺഡ് ടോക്ക് ടു ഹർ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇവിടെ നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് എങ്ങനെ പറയുന്ന നോക്കുന്നത് കേട്ടോ. പറ്റിയില്ല, സാധിച്ചില്ല, കഴിഞ്ഞില്ല എന്ന് പറയാൻ കുഡിന്റ് യൂസ് ചെയ്താൽ മതി. ഇനി എനിക്ക് അയാളുടെ നമ്പർ കണ്ടെത്താൻ കഴിഞ്ഞില്ല, അതായത് അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന്, അവിടെ എന്ത് പറയും? ഐ കുഡിന്റ് ഫൈൻഡ് ഹിസ് നമ്പർ. ഐ കുഡിന്റ് ഫൈൻഡ്. എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്തുക, കണ്ടുപിടിക്കുക, അതിന് നമ്മൾ ഫൈൻഡ് എന്നാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഐ കുഡിന്റ് ഫൈൻഡ്. അപ്പൊ നിങ്ങളൊരു കാര്യം കണ്ടോ, ആ പാസ്റ്റ് ടെൻസ് കൊണ്ടുവരാൻ ഐ കുഡിന്റ് പറഞ്ഞാൽ മതി. അത് കഴിഞ്ഞ് പിന്നെ ഫൈൻഡിന്റെ പാസ്റ്റ് ടെൻസ് ഫൗണ്ട് വേണ്ട. ഐ കുഡിന്റ് ഫൈൻഡ് എന്നാ പറയുന്നത്. ഐ കുഡിന്റ് ഫൈൻഡ് ഹിസ് നമ്പർ. ഇനി ഇത് ഞങ്ങൾക്ക് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാനായില്ല. അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് എന്നാണ് പറഞ്ഞത്, വി വരണം. അപ്പൊ ഇതൊന്ന് പറഞ്ഞു നോക്കൂ. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനായില്ല എങ്ങനെ പറയും? വി കുഡിന്റ് ഡു എനിത്തിങ്. വി കുഡിന്റ് ഡു എനിത്തിങ്. അവർക്ക് വേണ്ടി എന്നും കൂടെ പറയണമല്ലോ, അതിന് ഫോർ ദെം എന്ന് പറയാം. വി കുഡിന്റ് ഡു എനിത്തിങ് ഫോർ ദെം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ, നമ്മൾ ഐ വെച്ചാണ് സെന്റൻസ് തുടങ്ങുന്നതെങ്കിലും വി വെച്ചാണ് സെന്റൻസ് തുടങ്ങുന്നതെങ്കിലും എല്ലാം കുഡ് തന്നെയാണ് വരിക. അപ്പോൾ പറ്റിയില്ല എന്ന് പറയാൻ കുഡിന്റ് എന്ന് പറയും. ഐ കുഡിന്റ്, വി കുഡിന്റ്. ഷീ ആണെങ്കിലും പറയും ഷീ കുഡിന്റ് എന്ന്. അടുത്തത് നോക്കിയേ, എനിക്ക് അവളെ വിളിക്കാനായില്ല, വിളിക്കാൻ സാധിച്ചില്ല, എന്ത് പറയും? ഐ കുഡിന്റ് കോൾ ഹർ. അല്ലെ, ഐ കുഡിന്റ് കോൾ ഹർ. അവളെ വിളിക്കാൻ പറ്റിയില്ല, ഐ കുഡിന്റ് കോൾ ഹർ. ഇനി നമ്മൾ അടുത്തൊരു പാറ്റേൺ നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് അവളെ വിളിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നോട് പറയാണ്, നിങ്ങൾക്ക് അവൾക്ക് മെസ്സേജ് അയക്കാമായിരുന്നു. മെസ്സേജ് അയക്കാമായിരുന്നു, അതായത് അങ്ങനെ ചെയ്യാമായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തില്ലല്ലോ, അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അവിടെ നമ്മൾ എന്ത് പറയും? യു കുഡ് ഹാവ് ടെക്സ്റ്റഡ് ഹർ. യു കുഡ് ഹാവ്. ഒരു കാര്യം പാസ്റ്റില് ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നമ്മളൊരു കുറ്റപ്പെടുത്തുന്ന രീതിയിൽ പറയില്ലേ, അങ്ങനെ ചെയ്യാമായിരുന്നു. അവിടെ നമ്മൾ കുഡ് ഹാവ് ആണ് യൂസ് ചെയ്യുക. യു കുഡ് ഹാവ് ടെക്സ്റ്റഡ് ഹർ. മെസ്സേജ് അയക്കുക എന്നുള്ളതിന് യു കുഡ് ഹാവ് സെൻഡ് ഹർ എ മെസ്സേജ് എന്നും പറയാം. അതിന് പകരം ടെക്സ്റ്റ് ചെയ്യാന്ന് മാത്രം പറഞ്ഞാൽ മതി. യു കുഡ് ഹാവ് ടെക്സ്റ്റഡ് ഹർ. അപ്പൊ അതിന്റെ പാറ്റേൺ എന്താന്ന് മനസ്സിലായോ? കുഡ് ഹാവ് കഴിഞ്ഞിട്ട് ആ വേർബിന്റെ മൂന്നാമത്തെ ഫോം എന്നൊക്കെ നമ്മൾ പറയും, വേർബ് 3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആയ ടെക്സ്റ്റഡ് ആണ് ഞാൻ യൂസ് ചെയ്തത്. ഇവിടെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് വേർബ് ആയിട്ടാണ് നമ്മൾ എടുത്തത്. അതിന്റെ സെക്കൻഡ് ഫോം ടെക്സ്റ്റഡ് ആണ്, മൂന്നാമത്തെ ഫോമും ടെക്സ്റ്റഡ് തന്നെയാണ്. അതാണ് ഇവിടെ ഞാൻ ഉപയോഗിച്ചത്. ഇനി അടുത്തത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കണേ. സെന്റൻസ് ആദ്യത്തത് ഇങ്ങനെയാണ്, എനിക്ക് മീറ്റിംഗിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു നോക്കൂ. കുഡ് ഉപയോഗിച്ച് ഐ കുഡിന്റ് അറ്റൻഡ് ദ മീറ്റിംഗ്. പോരെ, ഐ കുഡിന്റ് അറ്റൻഡ് ദ മീറ്റിംഗ്. ഇനി ഇത് കേട്ടപ്പോൾ വേറൊരാൾ എന്നോട് പറയാണ്, നിങ്ങൾക്ക് ഓൺലൈനായി ജോയിൻ ചെയ്യാമായിരുന്നു. അവിടെ എന്ത് പറയും? കുഡ് ഹാവ് യൂസ് ചെയ്യണം. ചെയ്യാമായിരുന്നു എന്നല്ലേ പറയുന്നത്, ചെയ്തില്ല, അതുകൊണ്ടാണ് അയാൾ അങ്ങനെ എന്നോട് പറഞ്ഞത്. അവിടെ കുഡ് ഹാവ് വരണേ. യു കുഡ് ഹാവ് ജോയിൻഡ് ഓൺലൈൻ എന്ന് പറഞ്ഞാൽ മതി. യു കുഡ് ഹാവ് ജോയിൻഡ്. യു കുഡ് ഹാവ് ജോയിൻഡ് ഓൺലൈൻ. കണ്ടോ, യു കുഡ് ഹാവ് കഴിഞ്ഞിട്ട് ജോയിൻഡ്. ജോയിൻ എന്ന് പറയുന്ന വേർബിന്റെ മൂന്നാമത്തെ ഫോം വരണം, ജോയിൻഡ്. അവൾക്ക് ഫയൽ ഓപ്പൺ ചെയ്യാൻ സാധിച്ചില്ല. നമ്മൾ ചിലപ്പോൾ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഫയൽ ഓപ്പൺ ചെയ്യേണ്ടി വരുമല്ലോ, അതാ പറയുന്നേ. അപ്പൊ ഇവിടെ അവളുടെ കാര്യമാണ്. എന്ത് പറയും? ഷീ കുഡിന്റ് ഓപ്പൺ ദ ഫയൽ. ഷീ കുഡിന്റ് ഓപ്പൺ ദ ഫയൽ. ഇത് കേട്ടപ്പോ ഞാൻ പറയാണ്, അവൾക്ക് സഹായം ആവശ്യപ്പെടാമായിരുന്നു, അതായത് ആരുടെങ്കിലും സഹായിക്കാൻ ചോദിക്കാമായിരുന്നു എന്ന്. അവിടെ എന്ത് പറയും? ഷീ കുഡ് ഹാവ് ആസ്ക്ഡ് ഫോർ ഹെൽപ്പ്. ഷീ കുഡ് ഹാവ് ആസ്ക്ഡ് ഫോർ ഹെൽപ്പ്. അപ്പൊ കുഡ് ഹാവ് ആസ്ക്ഡ് ചോദിക്കാമായിരുന്നു,
ഷീ ആണെങ്കിലും ഇതേ പാറ്റേൺ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഈ കാണുന്നത്. ഷീ കുഡ് ഹാവ് ആസ്ക്ഡ് ഫോർ ഹെൽപ്പ്. ഇപ്പൊ നിങ്ങൾക്ക് കുഡിന്റ് അതുപോലെ കുഡ് ഹാവ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ. ഒരു എക്സാമ്പിളിലൂടെ പറയാം. ഞാൻ പറയാണ്, ഞങ്ങൾക്ക് ഇന്നലെ ഷോപ്പിങ്ങിന് പോകാൻ കഴിഞ്ഞില്ല. പാസ്റ്റിലെ കാര്യമാണ്. കഴിഞ്ഞില്ല എന്ന് പറയാൻ കുഡിന്റ് യൂസ് ചെയ്യണം. എന്ത് പറയും? നിങ്ങൾ ഒറ്റയ്ക്ക് എന്ന് പറയൂ. വി കുഡിന്റ് ഗോ ഷോപ്പിംഗ് ഇന്നലെ, യെസ്റ്റർഡേ. വി കുഡിന്റ് ഗോ ഷോപ്പിംഗ് യെസ്റ്റർഡേ എന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വേറെ ആരെങ്കിലും നിങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് സാധനങ്ങൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാമായിരുന്നല്ലോ. അതെന്ത് പറയും? നിങ്ങൾക്ക് ഓൺലൈനായി ഓർഡർ ചെയ്യാമായിരുന്നു. എങ്ങനെ പറയും? യു കുഡ് ഹാവ് ഓർഡേർഡ് ഓൺലൈൻ. യു കുഡ് ഹാവ് ഓർഡേർഡ് ഓൺലൈൻ. ഇവിടെ ഓർഡർ എന്ന് പറയുന്ന വേർബില്ലേ, അതിന്റെ തേർഡ് ഫോം ആണ് ഓർഡേർഡ് എന്ന് നമ്മൾ യൂസ് ചെയ്തത്. യു കുഡ് ഹാവ് ഓർഡേർഡ് ഓൺലൈൻ. മനസ്സിലായോ? എങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പാസ്റ്റ് ടെൻസിൽ പറയുന്നതെന്നും അപ്പൊ ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് പറയുന്നതെന്നും അതിന് രണ്ടിന്റെയും ഇംഗ്ലീഷിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഈ കുഡ് ഹാവ് യൂസ് ചെയ്ത് വരുന്ന സെന്റൻസസ് ഇല്ലേ, അത് നമുക്ക് ഒരുപാട് ആവശ്യമുള്ളതാണ് ഡെയിലി ലൈഫിൽ. ഇത് പല തരത്തിൽ നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത പാറ്റേൺ നോക്കാം. ദാ ഈ സെന്റൻസ് നിങ്ങൾ എങ്ങനെ പറയും? ഞാൻ ഡ്രൈവ് ചെയ്യുകയാണ്. ഇംഗ്ലീഷില് ഐ ആം ഡ്രൈവിംഗ്. സിമ്പിൾ അല്ലേ? ഞാൻ ഡ്രൈവ് ചെയ്യുകയാണ്, ഐ ആം ഡ്രൈവിംഗ്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെയല്ലേ പറയുന്നത്? ഐ ആം റീഡിങ്, ഐ എം ഈറ്റിംഗ്, ഐ എം സ്ലീപ്പിംഗ്, ഐ എം ഡ്രൈവിംഗ്, ഇങ്ങനെ പറയും. പക്ഷേ ആരെങ്കിലും ഈ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ വെറുതെ ഞാൻ ഡ്രൈവ് ചെയ്യാണെന്ന് പറഞ്ഞാൽ പോരാ. ബിസിയാണ്, എനിക്കിപ്പോ തിരക്കാണ്, ഫോൺ എടുക്കാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല എന്ന് ഒരു കാര്യം അവിടെ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് പറയും എന്നറിയാമോ? ഐ എം ബിസി ഡ്രൈവിംഗ്. അവിടെ വെറുതെ ഐ എം ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെൻസ് അവിടെ കിട്ടില്ല. അവിടെ പറയാ ഐ എം ബിസി ഡ്രൈവിംഗ്. ഞാൻ ഡ്രൈവിങ്ങിന്റെ തിരക്കിലാണ്, അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ ഇവിടെ ഫ്രീ അല്ല എന്നാണ് അവിടെ ധ്വനിപ്പിക്കുന്നത്. മനസ്സിലായോ? അതിന് ഇങ്ങനെയാണ് പറയാ, ഐ എം ബിസി ഡ്രൈവിംഗ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഫോൺ ചെയ്തൊന്നിരിക്കട്ടെ, ആ സമയത്ത് നിങ്ങൾ എന്തോ വലിയ തിരക്കിലായിരുന്നു, അതുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വിളിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയും? സോറി, ഞാനിപ്പോ വേറൊരു കാര്യം ചെയ്യുന്ന തിരക്കിലായിരുന്നു എന്ന് പറയും അല്ലേ? അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? സോറി, ഐ വാസ് ബിസി ഡൂയിങ് സംതിങ് എൽസ്. ഐ വാസ് ബിസി ഡൂയിങ് സംതിങ് എൽസ്, വേറൊരു കാര്യം, അതിനാണ് സംതിങ് എൽസ് പറഞ്ഞത്. ഐ വാസ് ബിസി ഡൂയിങ്. കണ്ടോ പാറ്റേൺ? ഐ വാസ് ബിസി ഈറ്റിംഗ്, ഐ വാസ് ബിസി ക്ലീനിങ് എന്ന് പറയാ. ഇനി കുറച്ചുകൂടെ ലോങ് ആയിട്ടുള്ള ഒരു സെന്റൻസ് നോക്കാം. ഞാൻ വിളിച്ചപ്പോ അവള് തിരക്കിട്ട് പാചകം ചെയ്യായിരുന്നു. അവള് തിരക്കിട്ട് പാചകം ചെയ്യുകയായിരുന്നു. അതാദ്യം പറയാം. ഷീ വാസ് ബിസി കുക്കിംഗ്. പോരെ? ഷീ വാസ് ബിസി കുക്കിംഗ്. എപ്പോ? ഞാൻ വിളിച്ചപ്പോൾ. അതെങ്ങനെ പറയും? വെൻ ഐ കോൾഡ്. ഷീ വാസ് ബിസി കുക്കിംഗ് വെൻ ഐ കോൾഡ്. മനസ്സിലായോ എങ്ങനെ വന്നേന്ന്? അല്ലെങ്കിൽ തിരിച്ചും പറയാം, വെൻ ഐ കോൾഡ് ഷീ വാസ് ബിസി കുക്കിംഗ്. അങ്ങനെയും പറയാം. നിങ്ങൾ ബോസിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് പുറത്ത്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ പുള്ളി ആരുടെ ഫോണിൽ സംസാരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് പറയും? ഹീസ് ബിസി ടോക്കിംഗ് ഓൺ ദ ഫോൺ. ഹീസ് ബിസി ടോക്കിംഗ് ഓൺ ദ ഫോൺ. ഫോണിൽ എന്നുള്ളതിനാണ് നമ്മൾ ഓൺ ദ ഫോൺ എന്ന് പറയുന്നത്. ഹീസ് ബിസി ടോക്കിംഗ് ഓൺ ദ ഫോൺ. നിങ്ങൾ രാവിലെ ഓഫീസിൽ പോകാൻ തിരക്കിട്ട് റെഡിയാവുക എന്നിരിക്കട്ടെ. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് ചെയ്തു തരാമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം, ഞാൻ ജോലിക്ക് പോകാൻ തയ്യാറാകുന്ന തിരക്കിലാണ്. അത് തന്നെ ഒന്ന് പറഞ്ഞു നോക്കൂ. തയ്യാറാകുന്ന തിരക്കിലാണ്. ഐ എം ബിസി ഗെറ്റിംഗ് റെഡി ഫോർ വർക്ക്. ഇവിടെ ഫോർ വർക്ക് എന്ന് വെച്ചാൽ ജോലി ചെയ്യാനുള്ള അർത്ഥത്തിലല്ല കേട്ടോ, ജോലിക്ക് പോകാൻ എന്നൊരു മീനിങ്ങിലാണ് പറയുന്നത്. ഐ എം ബിസി ഗെറ്റിംഗ് റെഡി ഫോർ വർക്ക്. എന്നാൽ നമുക്ക് അടുത്ത പാറ്റേണിലേക്ക് പോയാലോ? ഇങ്ങനെ പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നോക്കാം. ഞാൻ അവനെ കണ്ടതായി ഓർക്കുന്നില്ല. ഞാൻ അവനെ കണ്ടതായി ഓർക്കുന്നില്ല. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാന്നറിയാമോ? ഐ ഡോണ്ട് റിമെമ്പർ എന്ത്? അവനെ കണ്ടതായി, സീയിങ് ഹിം. അപ്പൊ ഞാൻ ഓർക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത്. ഐ ഡോണ്ട് റിമെമ്പർ. എന്താ ഓർക്കാത്തത്? അവനെ കണ്ട കാര്യമല്ലേ, അതാണ് സീയിങ് ഹിം. ഐ ഡോണ്ട് റിമെമ്പർ സീയിങ് ഹിം എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ആ ഐ ഡോണ്ട് റിമെമ്പർ കഴിഞ്ഞിട്ട് അവിടെ വരുന്ന വേർബ് ഉണ്ടല്ലോ, അതിന്റെ ING ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. അത് തെറ്റരുത്. അപ്പോൾ ആ പാറ്റേൺ നിങ്ങൾക്ക് സെറ്റായി കിട്ടും. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഞാൻ അങ്ങനെ പറഞ്ഞതായി ഓർക്കുന്നില്ല. അപ്പൊ ഞാൻ ഓർക്കുന്നില്ല എന്നുള്ളത് ആദ്യം പറയൂ. ഐ ഡോണ്ട് റിമെമ്പർ എന്ത്? അങ്ങനെ പറഞ്ഞതായി, സെയിങ് സോ. അതായത് അതുപോലെ, അങ്ങനെ, ആ അർത്ഥത്തിലാണ് സോ എന്ന് പറഞ്ഞത്. ഐ ഡോണ്ട് റിമെമ്പർ സെയിങ് സോ. ഞാൻ വാതില് ലോക്ക് ചെയ്തതായി ഓർക്കുന്നില്ല. പലപ്പോഴും നമുക്ക് പറ്റുന്നതല്ലേ ഇത്. ഇറങ്ങി പോയിട്ട് നമ്മൾ ഓർക്കും, അയ്യോ അത് ലോക്ക് ചെയ്തിരുന്നോ? അവിടെ എന്ത് പറയും? ഐ ഡോണ്ട് റിമെമ്പർ ലോക്കിംഗ് ദ ഡോർ. കണ്ടോ, ലോക്കാണ് ഇവിടുത്തെ വേർബ്, അതിന്റെ ING ഫോം വരണം.
ഐ ഡോണ്ട് റിമെമ്പർ ലോക്കിംഗ് ദ ഡോർ. ഇനി ഇതെങ്ങനെ പറയും? നിങ്ങൾക്ക് എന്തെങ്കിലും പണം തന്നതായി ഞങ്ങൾ ഓർക്കുന്നില്ല. അപ്പൊ ഇവിടെ ഞങ്ങൾ ഓർക്കുന്നില്ല എന്നാണ്. എന്ത് പറയും? വി ഡോണ്ട് റിമെമ്പർ എന്ത്? പണം തന്നതായി. അതല്ലേ പറയേണ്ടത്? എന്തെങ്കിലും പണം തന്നതായി എന്നും കൂടെ പറയുന്നുണ്ട്. വി ഡോണ്ട് റിമെമ്പർ ഗിവിംഗ് യു എനി മണി. ഗിവിംഗ് യു മണി എന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു, പണം തന്നില്ല എന്ന് പറയാനിട്ട്. പക്ഷെ എന്തെങ്കിലും പണം, ആ ഒരു അർത്ഥം കിട്ടാനാണ് നമ്മളിവിടെ എനി മണി എന്ന് പറയുന്നത്. വി ഡോണ്ട് റിമെമ്പർ ഗിവിംഗ് യു എനി മണി. പിന്നെ ഈ സെന്റൻസ് ഉണ്ടല്ലോ, ഞാൻ അവനെ കണ്ടതായി ഓർക്കുന്നില്ല, അത് നമ്മൾ പറയുന്നത് ഐ ഡോണ്ട് റിമെമ്പർ സീയിങ് ഹിം എന്നല്ലേ. ഇത് നമുക്ക് പറയാൻ വേറൊരു രീതി കൂടെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ പറയാം, ഐ ഡോണ്ട് റിമെമ്പർ ഹാവിങ് സീൻ ഹിം, അങ്ങനെയും പറയാം. പക്ഷെ അപ്പോഴും ഐ ഡോണ്ട് റിമെമ്പർ കഴിഞ്ഞിട്ട് ING തന്നെ വന്നു. ഐ ഡോണ്ട് റിമെമ്പർ ഹാവിങ് സീൻ ഹിം. പക്ഷെ ഈ രണ്ടാമത് പറഞ്ഞത് കുറച്ചുകൂടെ ഫോർമൽ ആയിട്ടുള്ള രീതിയാണ്. നമ്മൾ സാധാരണ കാഷ്വൽ ആയിട്ട് സംസാരിക്കില്ലേ, അവിടെ ആദ്യത്തേത് പറഞ്ഞാൽ മതി. രണ്ടാമത്തേത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡും ആണ്. പക്ഷെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഫോർമൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയും പറയാം. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ അതെന്താണെന്ന് നിങ്ങൾ സംശയിക്കരുത്, ഇങ്ങനെ പറയാം, ഐ ഡോണ്ട് റിമെമ്പർ ഹാവിങ് സീൻ ഹിം. അത് ഓക്കെയാണ്. ആദ്യത്തിലാണ് കൂടുതൽ കോമൺ. അതുപോലെ ഈ സെന്റൻസ് നോക്കൂ, മരുന്ന് കഴിച്ചതായി അയാൾ ഓർക്കുന്നില്ല. അപ്പൊ അയാളാണേ എന്ത് പറയണം? ഹി ഡസിന്റ് റിമെമ്പർ. ആ വ്യത്യാസം നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ഹി ആയതുകൊണ്ടാണ് ഡസിന്റ് വന്നത്. ഹി ഡസിന്റ് റിമെമ്പർ എന്ത്? മരുന്ന് കഴിച്ചതായി. ടേക്കിംഗ് ദ മെഡിസിൻ എന്ന് പറയാം. ഹി ഡസന്റ് റിമെമ്പർ ടേക്കിംഗ് ദ മെഡിസിൻ എന്ന് പറഞ്ഞു. അവിടെ ടേക്കിംഗ് വന്നില്ലേ, ING ഫോം വന്നില്ലേ ടേക്കിന്റെ കൂടെ. പക്ഷെ നമുക്ക് ഇങ്ങനെ പറയാം, ഹി ഡസന്റ് റിമെമ്പർ ഹാവിംഗ് ടേക്കൻ ദ മെഡിസിൻ എന്ന് പറയാം. അപ്പോൾ രണ്ടാമത്തെ സെന്റൻസിൽ ആ ഫോം എന്താന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? പാറ്റേൺ എന്താന്ന് മനസ്സിലായോ? ഹി ഡസന്റ് റിമെമ്പർ കഴിഞ്ഞിട്ട് ഹാവിങ് കഴിഞ്ഞിട്ട് ആ വേർബ് ഉണ്ടല്ലോ, ടേക്ക്, മരുന്ന് കഴിക്കുക, ടേക്ക്. ആ ടേക്കിന്റെ മൂന്നാമത്തെ ഫോം വരണം, ഹാവിംഗ് ടേക്കൻ എന്ന് പറയണം. ഹാവിംഗ് ടേക്കൻ ദ മെഡിസിൻ. അതാ ഞാൻ പറഞ്ഞത്, രണ്ടാമത്തെ കുറച്ചുകൂടി ഒരു കോംപ്ലിക്കേഷൻ ഉള്ളൊരു കാര്യമാണ്. ഫസ്റ്റ് വൺ ആണെങ്കിൽ വളരെ കോമൺ ആയിട്ട് പറയുന്നതുമാണ്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് വൺ ശരിക്ക് പ്രാക്ടീസ് ചെയ്യൂ. ഇനി അടുത്ത നമുക്ക് ഒരുപാട് ആവശ്യം വരുന്ന തരം ഒരു പാറ്റേൺ നമ്മൾ നോക്കുകയാണ്. ഇത് പലപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെയാണ് നമ്മൾ ചോദിക്കുക. ഇപ്പൊ നമുക്കൊരു ഫോൺ വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ചോദിക്കും, ആ ഫോൺ വാങ്ങാൻ നല്ലതാണോ? അതായത് വാങ്ങാൻ വേണ്ടി നല്ലതാണോ, അല്ലെങ്കിൽ വാങ്ങാൻ പറ്റിയ ഫോൺ ആണോ അത്? അങ്ങനെ ചോദിക്കാറില്ലേ? അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനൊരു പാറ്റേൺ ആയിരിക്കും. ഇസ് ദാറ്റ് ഫോൺ വർത്ത് ബൈയിങ്? അതായത് വാങ്ങാൻ വേണ്ടും നല്ലതാണോ, അതിനാണ് വർത്ത് ബൈയിങ് എന്ന് പറയുന്നത്. ഇസ് ദാറ്റ് ഫോൺ വർത്ത് ബൈയിങ്? കണ്ടോ, വർത്ത് കഴിഞ്ഞിട്ട് ബൈയിങ്. ആ ബൈ, വാങ്ങുക എന്നുള്ളതിന്റെ വേർബ് ഉണ്ടല്ലോ ബൈ, അതിന്റെ ING ഫോം വരണം. ഇസ് ദാറ്റ് ഫോൺ വർത്ത് ബൈയിങ്? അതാണ് കേട്ടോ പാറ്റേൺ. ഇത് വെച്ചിട്ട് നമുക്ക് 4-5 സെന്റൻസസ് പറഞ്ഞു നോക്കാം. ആ ജോലി അപേക്ഷിക്കാൻ വേണ്ടും നല്ലതാണോ? അപ്പൊ ഓർക്കണേ, മലയാളത്തിൽ നമ്മൾ ഇങ്ങനെയാണ് പറയുക, ജോലി അപേക്ഷിക്കാൻ വേണ്ടി നല്ലതാണോ എന്ന്. പക്ഷെ ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് ജോലിക്ക് വേണ്ടിയാണല്ലോ അപേക്ഷിക്കുക, അത് മനസ്സിലുണ്ടാവണം. അപ്പൊ ഇത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഇസ് ദാറ്റ് ജോബ് വർത്ത് അപ്ലൈയിങ് ഫോർ എന്ന് പറയണം. ജോലിക്ക് വേണ്ടിയാണല്ലോ അപ്ലൈ ചെയ്യുന്നത്, അത് ഇംഗ്ലീഷിൽ ഇവിടെ ഇങ്ങനെ കൊണ്ടുവരണം. അപ്ലൈയിങ് കഴിഞ്ഞിട്ട് ഫോർ വരണം. ഇസ് ദാറ്റ് ജോബ് വർത്ത് അപ്ലൈയിങ് ഫോർ? ആ ഫിലിം കാണാൻ വേണ്ടി നല്ലതാണോ? ഒരു മൂവിയൊക്കെ കാണണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചോദിക്കാറില്ലേ? അതെങ്ങനെയാ ചോദിക്കുക? ഈ പാറ്റേൺ ഉപയോഗിച്ചാൽ മതി. ഇസ് ദാറ്റ് ഫിലിം വർത്ത് വാച്ചിങ്? വീട്ടിലിരുന്ന് കാണുകയാണെങ്കിൽ വാച്ചിങ് എന്ന് പറയാം. നിങ്ങൾ പുറത്തു പോയിട്ടാണ് കാണുന്നതെങ്കിൽ സീയിങ് എന്ന് പറയണം. ഇസ് ദാറ്റ് ഫിലിം വർത്ത് സീയിങ് എന്ന് ചോദിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാട്ടോ, ഇസ് ദാറ്റ് ഫിലിം വർത്ത് എ വാച്ച്? അവിടെ ഉദ്ദേശിക്കുന്നത് കാണാൻ വേണ്ടോ ഉണ്ടോ, കാണാൻ വേണ്ടോ അത്ര മേന്മയുള്ളതാണോ എന്നാണ്. ഇസ് ദാറ്റ് ഫിലിം വർത്ത് എ വാച്ച്? പലപ്പോഴും പല റെസ്റ്റോറൻറ്റ്സിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് ഇങ്ങനെ ഹൈപ്പ് ഉണ്ടാകാറുണ്ടല്ലേ. അപ്പോൾ പലരും ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മൾ ചോദിക്കും, അവിടെ ആ റെസ്റ്റോറൻറ്റിൽ പോകാൻ വേണ്ടി ഉണ്ടോ, അത്ര നല്ലതാണോ, അത്ര മേന്മയുണ്ടോ? അതെങ്ങനെ ചോദിക്കും? ഇസ് ദാറ്റ് റെസ്റ്റോറൻറ്റ് വർത്ത് വിസിറ്റിംഗ്? അവിടെ പോകാൻ വേണ്ടി ഉണ്ടോ? ഇസ് ദാറ്റ് റെസ്റ്റോറൻറ്റ് വർത്ത് വിസിറ്റിംഗ്? അല്ലെങ്കിൽ ഇസ് ഇറ്റ് വർത്ത് എ വിസിറ്റ്? അങ്ങനെയും ചോദിക്കാം. മുൻപ് നമ്മൾ കണ്ടില്ലേ അതേപോലെ. ഇസ് ഇറ്റ് വർത്ത് എ വിസിറ്റ്? പോകാൻ വേണ്ടി ഉണ്ടോ, അത്ര നല്ലതാണോ എന്നാണ് ഈ രണ്ടാമത്തെ ചോദ്യത്തിൽ ഉദ്ദേശിക്കുന്നത്. രണ്ട് രീതിയിൽ വന്നതേ ഉള്ളൂ. അപ്പൊ ആദ്യത്തേതിൽ വർത്ത് കഴിഞ്ഞിട്ട് വേർബിന്റെ കൂടെ ING ഫോം യൂസ് ചെയ്തു, വർത്ത് വിസിറ്റിംഗ്. പലരും ഒരു കോഴ്സ് ചെയ്യുന്നത് നല്ലതാണ് എന്നിങ്ങനെ പൊതുവായിട്ട് പറഞ്ഞു കേൾക്കുമ്പോൾ കുട്ടികൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ തോന്നാറുണ്ടല്ലേ. ആ കോഴ്സ് എടുക്കുന്നത് നല്ലതാണോ, അത് അത്ര നല്ലതാണോ, വിശേഷപ്പെട്ട കോഴ്സ് ആണോ എന്ന് ചോദിക്കില്ലേ. അവിടെ എന്താ ചോദിക്കുക? ഇസ് ദാറ്റ് കോഴ്സ് വർത്ത് ടേക്കിംഗ്? ഇസ് ദാറ്റ് കോഴ്സ് വർത്ത്
ടേക്കിംഗ്, ആ കോഴ്സ് ചെയ്യാൻ വേണ്ടും അത്ര നല്ലതാണോ എന്ന്. ഇനി നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന വേറൊരു തരം സെന്റൻസ് നോക്കാം. ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ, ചോദിക്കുന്നതിൽ അതുകൊണ്ട് ദോഷമൊന്നുമില്ല, ചോദിച്ചെന്ന് വെച്ചാൽ ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല, എന്തെങ്കിലും കിട്ടിയാൽ ആ ഗുണവും ഉണ്ട്. ആ അർത്ഥത്തിൽ നമ്മളിങ്ങനെ പറയുമല്ലോ, ചോദിക്കുന്നതിൽ ദോഷമൊന്നുമില്ല. അതെന്ത് പറയും? ദിസ് നോ ഹാം ഇൻ ആസ്കിങ്. ദിസ് നോ ഹാം ഇൻ ആസ്കിങ്. അതായത് ഇവിടെ ഹാം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യം ചെയ്തതുകൊണ്ട് നമുക്ക് ദോഷമൊന്നും വരാനില്ല, നഷ്ടമൊന്നും വരാനില്ല, അതുകൊണ്ട് തകരാറൊന്നുമില്ല എന്നാണ്. ദിസ് നോ ഹാം ഇൻ ആസ്കിങ്, അതാണ് പാറ്റേൺ. നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. സഹായം ആവശ്യപ്പെടുന്നതിൽ കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് ദോഷമൊന്നുമില്ല. അതായത് ആരോടെങ്കിലും സഹായിക്കാമോ എന്ന് ചോദിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. അതെങ്ങനെ പറയും? ദിസ് നോ ഹാം ഇൻ ആസ്കിങ് ഫോർ ഹെൽപ്പ്. ദിസ് നോ ഹാം ഇൻ ആസ്കിങ് ഫോർ ഹെൽപ്പ്. ആസ്ക് ഫോർ ഹെൽപ്പ് എന്ന് വെച്ചാൽ സഹായം ആവശ്യപ്പെടുക എന്നാണ് അർത്ഥം. പിന്നെ നമുക്കിപ്പോൾ ഒരു അസുഖം എന്തെങ്കിലും വന്നാൽ നമ്മളൊരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തു എന്നിരിക്കട്ടെ. അപ്പൊ അത് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയുമല്ലോ, രണ്ടാമതൊരു അഭിപ്രായം കൂടി തേടുന്നതിൽ ദോഷമൊന്നുമില്ല. അതായത് വേറൊരാളുടെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ കൂടെ എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നൊക്കെ പറയില്ലേ, അതെന്ത് പറയും? ദിസ് നോ ഹാം ഇൻ ഗെറ്റിംഗ് എ സെക്കൻഡ് ഒപ്പീനിയൻ. ദിസ് നോ ഹാം ഇൻ ഗെറ്റിംഗ്. കണ്ടോ, നോ ഹാം ഇൻ കഴിഞ്ഞിട്ട് ഗെറ്റിംഗ്, അത് തേടുന്നതിൽ എന്ന അർത്ഥത്തിൽ, അത് ആവശ്യപ്പെടുന്നതിൽ, ചോദിക്കുന്നതിൽ എന്ന്. അപ്പോൾ ഗെറ്റിന്റെ ING ഫോം വന്നു. ദിസ് നോ ഹാം ഇൻ ഗെറ്റിംഗ് എ സെക്കൻഡ് ഒപ്പീനിയൻ. ചിലപ്പോൾ ആരെങ്കിലും മറ്റുള്ളവരോട് റൂഡായിട്ട് പെരുമാറുമ്പോൾ നമ്മൾ പറഞ്ഞേക്കാം, അതായത് ഒരു രീതിയിൽ ഒരു ഉദ്ദേശം നമ്മൾ പറയുന്നതാണ്, മറ്റുള്ളവരോട് ദയ കാണിക്കുന്നതിൽ ദോഷമൊന്നുമില്ല, അതായത് ദയ കാണിക്കുന്നത് കൊണ്ട് തകരാറൊന്നും വരാനില്ല എന്ന് പറയില്ലേ, അതെങ്ങനെ പറയും? ദിസ് നോ ഹാം ഇൻ ബീയിങ് കൈൻഡ് ടു അതേഴ്സ്. അവിടെ നമുക്കൊരു ING ഫോം വേർബ് വേണമല്ലോ. അപ്പോൾ കൈൻഡ് ആയിരിക്കുക, ദയുള്ളവനായിരിക്കുക. അവിടെ നമ്മൾ ബി ആണ് വേർബായിട്ട് വരുന്നത്, ബി കൈൻഡ്. അതിന്റെ ING ഫോമാണ് ബീയിങ് എന്ന് വന്നത്. ദിസ് നോ ഹാം ഇൻ ബീയിങ് കൈൻഡ് ടു അതേഴ്സ്. വേറൊരു സിറ്റുവേഷൻ, ഇപ്പോൾ നമ്മൾ രണ്ടുപേരും പരസ്പരം എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നിരിക്കട്ടെ. അപ്പൊ ആരാദ്യം സോറി പറയും എന്നതിന് ഒരു ബലപ്രയോഗത്തിന്റെ ആവശ്യമില്ല. ആദ്യം ഒരാൾ സോറി പറയുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല. അവിടെ എങ്ങനെ പറയും? ദിസ് നോ ഹാം ഇൻ സേയിങ് സോറി ഫസ്റ്റ്. ആദ്യം പോയി സോറി പറയുന്നത് കൊണ്ട് ഒന്നും കുറഞ്ഞു പോകാൻ പോകുന്നില്ലല്ലോ. ദിസ് നോ ഹാം ഇൻ സേയിങ് സോറി ഫസ്റ്റ്. ദിസ് നോ ഹാം ഇൻ സേയിങ്. ദിസ് നോ ഹാം ഇൻ സേയിങ് സോറി ഫസ്റ്റ്. ഇനി ഇങ്ങനൊരു സന്ദർഭം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആരെങ്കിലും നിങ്ങളോട് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാണ്, പക്ഷെ എന്തുകൊണ്ടോ നിങ്ങൾക്ക് ചിരി വരുന്നു. അപ്പൊ നിങ്ങൾ അടുത്തിരിക്കുന്ന ആളോട് പറയാണ്, എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്ന്. നിങ്ങൾ ചിരിച്ചു തുടങ്ങിയെന്നല്ല, ചിരി കൺട്രോൾ ചെയ്യാൻ, ചിരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അവിടെ നിങ്ങൾ എന്ത് പറയും? ഐ കാൺട്ട് ഹെൽപ്പ് ലാഫിങ്. ഐ കാൺട്ട് ഹെൽപ്പ്. അവിടെ ഹെൽപ്പ് എന്ന് പറയുന്നതിന് സഹായവുമായിട്ട് ഒരു ബന്ധവും ഇല്ല കേട്ടോ. അത് വേറൊരു അർത്ഥത്തിലാണ് നമ്മൾ ആ ഒരു ഫ്രേസ് യൂസ് ചെയ്യുന്നത്. ഐ കാൺട്ട് ഹെൽപ്പ് ഡൂയിങ് സംതിങ് എന്ന് വെച്ചാൽ ആ ഒരു കാര്യം ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്ന്, അത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന്. ഐ കാൺട്ട് ഹെൽപ്പ് ലാഫിങ്. പിന്നെ ഈ ലാഫ് എന്നാണ് പറയേണ്ടത്, ലോഫ് എന്നല്ല, ലാഫ് ആണ്. ഐ കാൺട്ട് ഹെൽപ്പ് ലാഫിങ്. അപ്പൊ അവിടെയും പാറ്റേൺ എങ്ങനെയാണ്? ഐ കാൺട്ട് ഹെൽപ്പ് കഴിഞ്ഞിട്ട് ലാഫ്, വേർബിന്റെ കൂടെ ING ഫോം വരണം. ഐ കാൺട്ട് ഹെൽപ്പ് ലാഫിങ്. ഇത് നിങ്ങൾ എങ്ങനെ പറയും? എനിക്ക് ഇടയ്ക്കിടയ്ക്ക്, അതായത് ഒരു 2-3 മിനിറ്റ് കൂടുമ്പോൾ ഫോൺ ചെക്ക് ചെയ്യാതിരിക്കാൻ സാധിക്കുന്നില്ല, അത് നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. അവിടെ എന്ത് പറയും? ഐ കാൺട്ട് ഹെൽപ്പ് ചെക്കിങ് മൈ ഫോൺ എവറി ഫ്യൂ മിനിറ്റ്സ്. 2-3 മിനിറ്റ് കൂടുമ്പോൾ നിങ്ങൾ ഇത് ചെയ്യാണ്. ഐ കാൺട്ട് ഹെൽപ്പ് ചെക്കിങ് മൈ ഫോൺ. ഈ ഫോൺ ഇടയ്ക്കിടയ്ക്ക് നോക്കുമല്ലോ, എടുത്ത് എന്തെങ്കിലും വന്നിട്ടുണ്ടോ, മെസ്സേജ് ഉണ്ടോ, അതിനാണ് നമ്മൾ ടു ചെക്ക് ദ ഫോൺ എന്ന് പറയുന്നത്. ഐ കാൺട്ട് ഹെൽപ്പ് ചെക്കിങ് മൈ ഫോൺ എവറി ഫ്യൂ മിനിറ്റ്സ്. ഭാവിയെ പറ്റി ആകുലപ്പെടാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഐ കാൺട്ട് ഹെൽപ്പ് വറിയിങ് അബൌട്ട് ദ ഫ്യൂച്ചർ. അപ്പോൾ എന്തിനെ കുറിച്ചെങ്കിലും ആലോചിച്ച് ടെൻഷൻ പിടിക്കുമല്ലോ, ആകുലപ്പെടുമല്ലോ, അതിനാണ് നമ്മൾ ടു വറി എന്ന് പറയുന്നത്. ഐ കാൺട്ട് ഹെൽപ്പ് വറിയിങ് അബൌട്ട് ദ ഫ്യൂച്ചർ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് എനിക്കിങ്ങനെ ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല എന്നല്ലേ. കഴിഞ്ഞില്ല എന്ന് പറയണമെങ്കിൽ എന്ത് പറയും? നമ്മൾ ആദ്യം പഠിച്ച കാര്യം ഒന്ന് ഓർത്ത് നോക്കൂ, couldn't കൊണ്ടുവരണം. അവിടെ പറയും ഐ couldn't ഹെൽപ്പ് വറിയിങ് അബൌട്ട് ദ ഫ്യൂച്ചർ. ഭാവിയെ കുറിച്ച് ഓർത്ത് വറി ചെയ്യാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഐ couldn't ഹെൽപ്പ് വറിയിങ് അബൌട്ട് ദ ഫ്യൂച്ചർ. എനിക്ക് അവളോട് ദേഷ്യപ്പെടാതിരിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഇവിടെ ഒച്ചയെടുത്ത് സംസാരിച്ചു, ദേഷ്യപ്പെട്ടു, അത് കഴിഞ്ഞില്ല എന്നാ പറയുന്നത്, പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ അതെങ്ങനെ പറയും? ഐ couldn't ഹെൽപ്പ് ഷൗട്ടിങ് അറ്റ് ഹെർ. അപ്പൊ ഒരാളോട് വല്ലാതെ കയർത്ത് ഒച്ചയെടുത്ത് സംസാരിക്കുന്നതിന് നമുക്ക് ടു ഷൗട്ട് അറ്റ് സംബഡി എന്ന് പറയുക.
ഐ കുഡിൻ ഹെൽപ്പ് ഷൗട്ടിങ് അറ്റ് ഹെർ. നേരെ മറിച്ച് ഇവിടെ കഴിയുന്നില്ല എന്നാണെങ്കിൽ ഐ കാൺട്ട് ഹെൽപ്പ് എന്ന് പറയുമായിരുന്നു. പിന്നെ ഇങ്ങനെ വല്ലാതെ ദേഷ്യത്തിൽ സംസാരിക്കുന്നതിനാണ് ടു ഷൗട്ട് അറ്റ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ജസ്റ്റ് ഇങ്ങനെ ശകാരിക്കുക എന്നുള്ളൊരു അർത്ഥമാണെങ്കിൽ സ്കോൾഡ് എന്ന് പറയായിരുന്നു. അവിടെ നമ്മൾ പറയും ഐ കുഡിൻ ഹെൽപ്പ് സ്കോൾഡിങ് ഹെർ. ഐ കുഡിൻ ഹെൽപ്പ് സ്കോൾഡിങ് ഹെർ എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ നമ്മളിങ്ങനെ ഈ കാൺട്ട് ഹെൽപ്പ് ഡൂയിങ് സംതിങ് എന്നിപ്പോ പഠിച്ചില്ലേ, അത് ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാതിരിക്കാൻ, അത് നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുന്നില്ല, അത് ചെയ്യാൻ നമുക്ക് വല്ലാത്തൊരു ഏർജ് തോന്നുന്നു എന്നാണ് ഈ പറയുന്നത്. അതുപോലെയുള്ള വേറൊരു പാറ്റേൺ ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ പറയണം എന്നിരിക്കട്ടെ, ചിപ്സ് കഴിച്ചു തുടങ്ങിയാൽ എനിക്ക് നിർത്താൻ പറ്റില്ല. അപ്പൊ അവിടെ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു, അത് നിർത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. അവിടെ എന്ത് പറയും? ഐ കാൺട്ട് സ്റ്റോപ്പ് ഈറ്റിംഗ് ചിപ്സ് വൺസ് ഐ സ്റ്റാർട്ട്. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റില്ല. ഐ കാൺട്ട് സ്റ്റോപ്പ് ഈറ്റിംഗ്. ഐ കാൺട്ട് സ്റ്റോപ്പ് ഈറ്റിംഗ് ചിപ്സ് വൺസ് ഐ സ്റ്റാർട്ട്. വൺസ് ഐ സ്റ്റാർട്ട് എന്ന് വെച്ചാൽ ഒരിക്കൽ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ സാധിക്കില്ല എന്ന്. അപ്പൊ ഇവിടെ പാറ്റേൺ കണ്ടോ? ഐ കാൺട്ട് സ്റ്റോപ്പ് ഈറ്റിംഗ്. മറ്റത് ഐ കാൺട്ട് ഹെൽപ്പ് ഡൂയിങ് സംതിങ് ആണ് പറയുക. അവള് പറഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കുന്നത് നിർത്താൻ എനിക്ക് കഴിഞ്ഞില്ല, എനിക്കായില്ല. പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഇവിടെ ഒരു കാര്യം നമ്മൾ ചെയ്തു തുടങ്ങി, അത് നിർത്താൻ സാധിച്ചില്ല എന്നാ പറയുന്നത്. അവിടെ എന്ത് പറയും? ഐ കുഡിൻ സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് വാട്ട് ഷീ സെഡ്. ഐ കുഡിൻ സ്റ്റോപ്പ് തിങ്കിങ്. നേരെ മറിച്ച് ചിന്തിക്കാതിരിക്കാൻ ആയില്ല എന്ന് പറയണമെങ്കിൽ ഐ കുഡിൻ ഹെൽപ്പ് തിങ്കിങ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? അപ്പൊ ഈ പാറ്റേൺസ് രണ്ടും നമുക്ക് ഡെയിലി ആവശ്യം വരുന്നതാണ്, വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇന്ന് ആദ്യത്തെ ദിവസം നമ്മൾ 8 പാറ്റേൺസ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനിവിടെ ചോദിക്കുന്നത് 4 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോന്നും ശ്രദ്ധിച്ച് വായിച്ചിട്ട് ആൻസർ ചെയ്യണേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ബില്ല് അടച്ചതായി ഞങ്ങൾ ഓർക്കുന്നില്ല. അതാണ് പറയേണ്ടത്. ഇപ്പൊ ബിൽ അടയ്ക്കുക, ആ പണം അടയ്ക്കുക എന്നുള്ളതിന് ടു പേ ദ ബിൽ എന്നാണ് പറയുക. ഇതെങ്ങനെ പറയും എന്ന് ആലോചിക്കൂ. രണ്ടാമത്തത്, എനിക്ക് അവരോട് സത്യം പറയാതിരിക്കാൻ ആയില്ല. എനിക്ക് അവരോട് സത്യം പറയാതിരിക്കാൻ കഴിഞ്ഞില്ല, അതാ പറയേണ്ടത്. തേർഡ് ക്വസ്റ്റ്യൻ, അവൻ പരീക്ഷയ്ക്ക് വേണ്ടി തിരക്കിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ പരീക്ഷയ്ക്ക് വേണ്ടി തിരക്കിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോർത്ത് വൺ, ആ റെസിപ്പി പരീക്ഷിച്ച് നോക്കാൻ വേണ്ടും നല്ലതാണോ? അതാണ് ചോദ്യം. റെസിപ്പി എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ, പാചകവിധി. എന്തെങ്കിലും ഒരു കാര്യം പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതാണ് നമ്മൾ റെസിപ്പി എന്ന് പറയുന്നത്. ആ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ, പരീക്ഷിച്ച് നോക്കാൻ വേണ്ടും നല്ലതാണോ എന്നാണ് ചോദിച്ചത്. അപ്പൊ നന്നായിട്ട് ആലോചിച്ച് ഇത് ഇംഗ്ലീഷിൽ പറയൂ. ഇവിടെ നിങ്ങൾ ഈ ഹോംവർക്ക് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നേ ഉള്ളൂ, പക്ഷെ ഇത് പറയുകയാണല്ലോ നമുക്ക് വേണ്ടത്. അതിന് ഈ ഒരു ലെസണിൽ തന്നെ ഞാൻ ഒരുപാട് സെന്റൻസസ് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് സെന്റൻസസ് ഉണ്ടാക്കി നോക്കണം ഈ 8 പാറ്റേൺസിലും. എന്നിട്ട് നിങ്ങൾ പുറത്തു പോകുമ്പോൾ നോക്കൂ, ഇതെന്തായാലും ആവശ്യം വരാതിരിക്കില്ല, ഫ്ലുവൻ്റ് ആയി സംസാരിക്കൂ. പിന്നെ നമുക്ക് ഡേ 2 കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.